ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് BTC ബിസഡ് കോയിൻ ക്യാമനോറയിൽ നമുക്ക് വന്ന BTC ബിസഡ് കോയിൻ അത് എങ്ങനെയാണ് സെൽ ഓർഡർ കൊടുക്കുന്നത് എന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ബിസഡ് കോയിൻ വാലറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്യാമനോറയിലേക്ക് നമ്മുടെ ബിസഡ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുക എന്ന വീഡിയോ. ഓക്കെ, ഒരു 10 കോയിനായിരുന്നു ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അത് ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് കടിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി ക്യാമനോറയിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ബിസഡ് കോയിൻ സെൽ ഓർഡർ ചെയ്യുക എന്നതാണ് കാണിക്കുന്നത്. അതുപോലെ എത്ര റേറ്റ് ഇടണം, ഒരു കോയിൻസിന് എത്ര റേറ്റ് വരും എന്നൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സിൽ ബാലൻസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ന്യൂ കോയിൻ എന്ന് കാണുന്ന ബോക്സ് ഉണ്ടാവും. ഓക്കെ, ആ ന്യൂ കോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ 10 കോയിൻ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 10 കോയിൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 10 കോയിനായിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്യാമനോറയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ ഓപ്ഷൻ കാണാം, ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ BTC ബിസഡ് എന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. BTC ബിസഡ് BTC, അതായത് BTC ബിസഡ് കോയിൻ ടു ബിറ്റ് കോയിനിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ. അപ്പോൾ BTC ബിസഡ് ടു BTCൻ്റെ ആ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ കാണിക്കുന്ന ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 0.001 BTC ആണ് കാണിക്കുന്നത്. ഓക്കെ, അത് വളരെ റേറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത് 0.0027 BTC ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇതിലെ റേറ്റ് എങ്ങനെയാണ് നോക്കേണ്ടത്, അതായത് ഈ ബിസഡ് കോയിന് $10 വെച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര BTC ടൈപ്പ് ചെയ്യണം എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ബ്ലോക്ക് ചെയിൻ ഉണ്ടാവും. ബ്ലോക്ക് ചെയിനിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് നോക്കുക എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ചെയിൻ എടുത്തിട്ട് ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് ഈ റിസീവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ USD എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ എമൗണ്ട് അടിച്ചു വെക്കുക. അപ്പോൾ $10 ആണെങ്കിൽ $10 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ റേറ്റ് കാണാം, 0.0027 അങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ അത് 0.0028 ആയിരുന്നു. ഇപ്പോൾ റേറ്റ് കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടിച്ചു നോക്കിയാൽ നമുക്ക് റേറ്റ് കാണാൻ സാധിക്കും. അതായത് ഒരു കോയിന് ഇപ്പോൾ നമുക്ക് എത്ര കോയിന്, ഇപ്പോൾ $7 ആണെങ്കിൽ അതിന് എത്ര ബിറ്റ് കോയിൻ അടിക്കണം. അതുപോലെ നമുക്ക് റേറ്റ് ഇങ്ങനെ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ 9 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോയിൻ്റെ ഇത് വരും, 0.0025. ഓക്കെ, ഇപ്പോൾ നമുക്ക് റേറ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എത്ര കോയിൻസ് ബിറ്റ് കോയിൻ എത്ര എമൗണ്ട് അടിക്കണം എന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാമറയിൽ സെൽ ഓർഡർ കൊടുക്കുമ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണ് കോയിൻസിൻ്റെ ഡോളറിന് എത്ര ഈക്വൽ ആയിട്ടുള്ള ബിറ്റ് കോയിൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു കോയിൻസിന് BTC ബിറ്റ്സിൽ ഒരു ബിസഡ് കോയിൻ നമുക്ക് വന്നത് $10 ആയിരുന്നു, $10. അപ്പോൾ ആ റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 0.0028 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൊടുക്കാം, അതുപോലെ കൂട്ടിയിട്ടും കൊടുക്കാം. എപ്പോഴാണോ ആ റേറ്റിലേക്ക് ട്രേഡിംഗ് മാർക്കറ്റ് എത്തുന്നത് ആ ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ബിറ്റ് കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോൾ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് 0.001 BTC ആണ് ഒരു കോയിൻസിന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൽ കാണാം സെൽ ഓർഡർ കൊടുത്തത് എത്ര പേരുണ്ടെന്ന് കാണാം. സെൽ ഓർഡർ കൊടുത്തത് അതുപോലെ ബൈ ഓർഡർ ഇതുവരെ ആയിട്ടില്ല. ഓക്കെ,
അത് വെയിറ്റിങ്ങിൽ കിടക്കുന്നത്. 23-ന് ശേഷം അത് റെഡി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്പൺ ഓർഡർ എന്ന് കാണാം, അതേപോലെ ട്രേഡ് ലിമിറ്റ് എന്ന് കാണുന്ന ഭാഗമുണ്ട്. ഓക്കെ, അവിടെ ബൈ BTC BZ അതേപോലെ സെൽ BTC BZ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള BTC BZ BTCയിലേക്ക്, അതായത് ബിറ്റ് കോയിനിലേക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെൽ എന്ന BTC BZ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എൻ്റെ ബാലൻസ് 10 BTC BZ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഏറ്റവും മുകളിൽ, അതുപോലെ അതിന് താഴത്ത് അതിൻ്റെ ഈക്വലായിട്ടുള്ള ഇപ്പോഴത്തെ റേറ്റ് കാണിക്കുന്നത്, അതായത് 0.0015. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് നടന്ന റേറ്റാണ് കാണിക്കുന്നത്, 0.0015 BTC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫുൾ എമൗണ്ട്, അതായത് 10 കോയിൻസ് ഞാനിവിടെ സെല്ല് ചെയ്യുകയാണ്. അതായത് ഈ BTC BZ എന്ന് പറയുന്ന ബോക്സിൽ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് നിങ്ങളുടെ കോയിൻസിൻ്റെ എമൗണ്ട് അടിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ 10 കോയിൻസ് ഉണ്ട്, അപ്പോൾ 10 കോയിൻ ഞാൻ സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, 10 അടിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു BTCക്ക് അതിൻ്റെ മുകളിൽ നേരെ BTC എന്ന് പറയുന്ന ബോക്സിൻ്റെ അപ്പുറത്തുള്ളത് നിങ്ങൾക്ക് കാണാം 0.00155 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആ റേറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം, നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് $10 വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു റേറ്റ്, അതായത് 0.0028. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ 278 279 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ 279 കൊടുക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് $10, ഒരു കോയിന് $10 വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 0.0028 എന്ന ഇതിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ BTC എന്ന ബോക്സിലും പ്രൈസ് സെറ്റ് ചെയ്തു നമ്മൾ. ഓക്കെ, 0.0028, അതായത് അതുപോലെ BTC BZ എന്ന ഭാഗത്ത് 10 കോയിൻസും ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് താഴത്ത് നിങ്ങൾക്ക് കാണാം 25%, 50%, 75%, 100% എന്ന് പറഞ്ഞിട്ട് 4 ബോക്സ് കാണാം. അതിൽ നിങ്ങൾ 100% എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഈ സെൽ BTC BZ എന്ന് പറയുന്ന ഓപ്ഷൻ അത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ബാലൻസ് എടുത്തിട്ട് അതിൽ ന്യൂ കോയിൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കാണാം BTC BZൻ്റെ. അതിൻ്റെ അവിടെ ട്രേഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ട്രേഡ് എന്ന ഓപ്ഷനിൽ BTC BZ BTC എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ബൈ BTC BZ അതേപോലെ സെൽ BTC BZ എന്നുണ്ട്. ഇവിടെ ട്രേഡ് ലിമിറ്റ് എന്ന ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനുശേഷം നിങ്ങൾ BTC പ്രൈസ് സെറ്റ് ചെയ്യുക, BTC BZൻ്റെ എമൗണ്ട് അടിക്കുക, പിന്നെ 100% എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം സെൽ BTC BZ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാമറ ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഉണ്ടാക്കുക, നിങ്ങളുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും കൊടുത്തിട്ട് അതേപോലെ നിങ്ങൾ KYC അപ്ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ KYC നിർബന്ധമായിട്ട് പറയുന്നില്ല, അവർ വെരിഫൈ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വെരിഫൈ ആകാത്ത അക്കൗണ്ടുകൾക്കും ഇപ്പോൾ ട്രേഡിംഗ് നടത്താമെന്നാണ് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സെൽ BTC ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ മുകളിൽ കാണാം ഓർഡർ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണാം, ഓർഡർ ഈസ് പ്രൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഡർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഓപ്പൺ ഓർഡർ ഹിസ്റ്ററിയിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും.
അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണ് കോയിൻസിൻ്റെ ഡോളറിന് എത്ര ഈക്വൽ ആയിട്ടുള്ള ബിറ്റ് കോയിൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു കോയിൻസിന് BTC ബിറ്റ്സിൽ ഒരു ബിസഡ് കോയിൻ നമുക്ക് വന്നത് $10 ആയിരുന്നു, $10. അപ്പോൾ ആ റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 0.0028 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൊടുക്കാം അതുപോലെ കൂട്ടിയിട്ടും കൊടുക്കാം. എപ്പോഴാണോ ആ റേറ്റിലേക്ക് ട്രേഡിംഗ് മാർക്കറ്റ് എത്തുന്നത് ആ ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ബിറ്റ് കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് സെൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ 0.001 BTC ആണ് കോയിൻസിന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൽ കാണാം സെൽ ഓർഡർ കൊടുത്തത് എത്ര പേരുണ്ടെന്ന് കാണാം. സെൽ ഓർഡർ കൊടുത്തത് അതുപോലെ ബൈ ഓർഡർ ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, അത് വെയിറ്റിങ്ങിൽ കിടക്കുന്നത്. 23-ന് ശേഷം അത് റെഡി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്പൺ ഓർഡർ എന്ന് കാണാം, അതേപോലെ ട്രേഡ് ലിമിറ്റ് എന്ന കാണുന്ന ഭാഗമുണ്ട്. ഓക്കെ, അവിടെ ബൈ BTC BZ അതേപോലെ സെൽ BTC BZ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള BTC BZ BTCയിലേക്ക്, അതായത് ബിറ്റ് കോയിനിലേക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെൽ എന്ന BTC BZ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എൻ്റെ ബാലൻസ് 10 BTC BZ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഏറ്റവും മുകളിൽ. അതുപോലെ അതിന് താഴത്ത് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ റേറ്റ് കാണിക്കുന്നത്, അതായത് 0.0015. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് നടന്ന റേറ്റാണ് കാണിക്കുന്നത്, 0.0015 BTC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫുൾ എമൗണ്ട്, അതായത് 10 കോയിൻസ് ഞാനിവിടെ സെല്ല് ചെയ്യുകയാണ്. അതായത് ഈ BTC BZ എന്ന് പറയുന്ന ബോക്സിൽ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് നിങ്ങളുടെ കോയിൻസിൻ്റെ എമൗണ്ട് അടിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ 10 കോയിൻസ് ഉണ്ട്, 10 കോയിൻ ഞാൻ സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, 10 അടിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു BTCക്ക് അതിൻ്റെ മുകളിൽ നേരെ BTC എന്ന് പറയുന്ന ബോക്സിൻ്റെ അപ്പുറത്തുള്ളത് നിങ്ങൾക്ക് കാണാം 0.00155 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആ റേറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് $10 വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു റേറ്റ്, അതായത് 0.0028. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ 278 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ 279 കൊടുക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് $10 ഒരു കോയിന് $10 വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 0.0028 എന്ന ഇതിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ BTC എന്ന ബോക്സിലും പ്രൈസ് സെറ്റ് ചെയ്തു നമ്മൾ. ഓക്കെ, 0.0028. അതായത് അതുപോലെ BTC BZ എന്ന ഭാഗത്ത് 10 കോയിൻസും ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് താഴത്ത് നിങ്ങൾക്ക് കാണാം 25%, 50%, 75%, 100% എന്ന് പറഞ്ഞിട്ട് 4 ബോക്സ് കാണാം. അതിൽ നിങ്ങൾ 100% എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഈ സെൽ BTC BZ എന്ന് പറയുന്ന ഓപ്ഷൻ അത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ബാലൻസ് എടുത്തിട്ട് അതിൽ ന്യൂ കോയിൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കാണാം BTC BZൻ്റെ. അതിൻ്റെ അവിടെ ട്രേഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ട്രേഡ് എന്ന ഓപ്ഷനിൽ BTC BZ BTC എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ബൈ BTC BZ അതേപോലെ സെൽ BTC BZ എന്നുണ്ട്. ഇവിടെ ട്രേഡ് ലിമിറ്റ് എന്ന ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനുശേഷം നിങ്ങൾ BTC പ്രൈസ് സെറ്റ് ചെയ്യുക, BTC BZൻ്റെ എമൗണ്ട് അടിക്കുക, പിന്നെ 100% എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെൽ BTC BZ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാമറ ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും കൊടുത്തിട്ട് അതേപോലെ KYC അപ്ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ KYC നിർബന്ധമായിട്ട് പറയുന്നില്ല, അവർ വെരിഫൈ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വെരിഫൈ ആകാത്ത അക്കൗണ്ടുകൾക്കും ഇപ്പോൾ ട്രേഡിംഗ് നടത്താമെന്നാണ് ഉള്ളത്. ഓക്കെ,
സെൽ BTC ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ മുകളിൽ കാണാം ഓർഡർ സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓർഡർ ഈസ് പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഡർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഓപ്പൺ ഓർഡർ ഹിസ്റ്ററിയിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ സെൽ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഓപ്പൺ ഓർഡർ എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ബൈ BTCBZ അതുപോലെ സെൽ BTCBZ എന്ന് അതിൻ്റെ മുകളിലേക്ക് ഇവിടെ കാണാം ഓപ്പൺ ഓർഡർ, അതുപോലെ ഓർഡർ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ഹിസ്റ്ററി. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തത് ഓപ്പൺ ഓർഡർ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം BTCBZ BTC സെൽ സൈഡ് ഒക്കെ പ്രൈസ് 0.0028 ആണ് കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് 10 കോയിൻ ഉണ്ട്. അപ്പോൾ അത് സ്റ്റാറ്റസ് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് കൊടുത്ത ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ അവിടെ ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ എടുത്താൽ ആ ഓർഡർ ക്യാൻസൽ ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഓർഡർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ ട്രേഡ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മുടെ എത്രക്കാണത് കംപ്ലീറ്റ് ആയതെന്നൊക്കെ കാണിക്കും. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ഒക്കെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം, എത്രത്തോളം ടൈം എടുക്കും എന്നൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കില്ല. എന്തായാലും ഓർഡർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇനി ഇതിൽ സെൽ ഓർഡർ ആയി കഴിഞ്ഞാൽ നമ്മുടെ BTC ആയിട്ട് ഇത് കോയിൻസ് വരും. ഓക്കെ, ആ കോയിൻസ് പിന്നെ നമ്മുടെ വജ്രക്സിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ബ്ലോക്ക് ചെയിനിലേക്ക് വജ്രക്സിലൊക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇന്ത്യൻ രൂപ ആക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് ഓർഡർ കൊടുക്കേണ്ടത്, സെൽ ഓർഡർ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി അത് ആരെങ്കിലും ബയേഴ്സ് വന്നിട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ നമ്മുടെ അവിടെ ഉണ്ടാവും ഡെപ്പോസിറ്റ്, ട്രാൻസ്ഫർ, ട്രാൻസാക്ഷൻ, ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പൺ ഓർഡേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ഓർഡർ എന്തായിട്ടുണ്ടെന്ന്. അത് ഫുള്ളായിട്ടുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തത് 2019 1/22 ഇന്ന്. ഓക്കെ, 9:24 ഇപ്പം കൊടുത്തിട്ടുള്ളത് രാത്രി. അപ്പോൾ BTCBZ to BTC ടൈപ്പ് ലിമിറ്റ് ഒക്കെ സെൽ സൈഡ് പ്രൈസ് എമൗണ്ട് 10 ഫില്ലഡ് 0% സ്റ്റാറ്റസ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഫില്ലഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് 100% വന്നാൽ നമ്മുടെ ഓർഡർ ഫുൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശേഷം നമുക്ക് BTC ആയിട്ട് ഇത് കാണാം. അപ്പോൾ എന്തായാലും ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒക്കെ ചോദിക്കുക. അതുപോലെ ക്യാമറ ഉണ്ടാക്കാത്ത ആളുകൾ, ബിസർക്കോൻ വാലറ്റ് ഉണ്ടാക്കാത്ത ആളുകൾ, അത് ബിസർക്കോൻ വാലറ്റിൽ നിന്ന് ക്യാമറയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ അത് യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.